ടു സെറ. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് വൈറസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. വൈറസിനെ എന്തൊക്കെ ബേസിൽ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാന്നാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. പ്രീവിയസ് ക്ലാസ്സുകളിൽ നമ്മൾ വൈറസിന്റെ ജനറൽ ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ടും വൈറസിന്റെ ആർക്കിടെക്ചറിനെ പറ്റിയിട്ടൊക്കെ പഠിച്ചു. ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് വൈറസുകളെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാമെന്നാണ്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏർലിയർ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ വൈറസുകൾ ആദ്യമായിട്ട് ക്ലാസിഫൈ ചെയ്തത് അവരുടെ നാച്ചുറൽ ഹോസ്റ്റിനെ വെച്ചിട്ടാണ്. ഓൾറെഡി നമുക്കറിയാലോ, വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോസ്റ്റ് ഇല്ലാണ്ട് അതിന്റെ മൾട്ടിപ്ലിക്കേഷനോ അതിന്റെ ലൈഫ് സൈക്കിളോ ഒന്നും തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോ ഏർലി ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നാച്ചുറൽ ഹോസ്റ്റിനെ ബേസ് ചെയ്തിട്ട് ആയിരുന്നു. അപ്പൊ അത് പ്രകാരം എന്ന് പറഞ്ഞാൽ ഇപ്പോ പ്ലാന്റ്സിനെ അറ്റാക്ക് ചെയ്യുന്ന വൈറസ് ഉണ്ടാവും, അനിമൽസിനെ അറ്റാക്ക് ചെയ്യുന്ന വൈറസുകൾ ഉണ്ടാവും, ആൽഗകളെ അറ്റാക്ക് ചെയ്യുന്ന വൈറസുകൾ ഉണ്ടാവും, ഫംഗസുകൾ അറ്റാക്ക് ചെയ്യുന്ന വൈറസുകൾ ഉണ്ടാവും. അങ്ങനെ ഒരുപാട് വൈറസുകൾ ഉണ്ടാവും. അപ്പൊ ആദ്യത്തെ വൈറസ് ആണ് പ്ലാന്റ് വൈറസസ്. പ്ലാന്റ്സിനെ അറ്റാക്ക് ചെയ്യുന്ന വൈറസുകളെ നമ്മൾ ഫൈറ്റോ വൈറസസ് എന്നാണ് പറയുക. ഇനി ആനിമൽസിനെ അറ്റാക്ക് ചെയ്യുന്ന വൈറസിനെ നമ്മൾ സൂ വൈറസസ് എന്നാണ് പറയുക. അതേപോലെ മൈക്രോ വൈറസസ് എന്ന് പറഞ്ഞാല് ഫംഗസുകളെ അറ്റാക്ക് ചെയ്യുന്ന വൈറസുകളാണ്. അതേപോലെ ഫൈക്കോ വൈറസുകൾ എന്ന് പറയുമ്പോൾ ആൽഗകളെ ഇൻഫെക്ട് ചെയ്യുന്ന വൈറസുകളാണ്. ഇനി ബാക്ടീരിയൽ വൈറസുകളെ നമ്മൾ എന്തും കൂടെ പറയുന്നുണ്ട്, ബാക്ടീരിയോ ഫേജസ് എന്ന് പറയുന്നുണ്ട്. ബാക്ടീരിയൽ ഈറ്റേഴ്സ് ആണ് ആര്? ബാക്ടീരിയോ ഫേജസ് എന്ന് പറഞ്ഞാൽ അവര് ബാക്ടീരിയകളെയാണ് ഇൻഫെക്ട് ചെയ്യുന്നത്. പിന്നെ മൈക്രോപ്ലാസ്മകളെ അറ്റാക്ക് ചെയ്യുന്ന വൈറസുകളും ഉണ്ട്. ഇതായിരുന്നു ഏർലി ക്ലാസിഫിക്കേഷൻ. ഇപ്പൊ കറന്റ്ലി നമ്മൾ വൈറസുകളുടെ ക്ലാസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഹോസ്റ്റിന്റെ ആ ഒരു നേച്ചർ വെച്ചിട്ട് മാത്രമല്ല, ചില ഫോളോയിങ് പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് നമ്മൾ വൈറസിനെ ഈ ഒരു സമയത്ത് ക്ലാസിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് പ്രോപ്പർട്ടി നോക്കുകയാണെങ്കിൽ ടൈപ്പ് ഓഫ് ന്യൂക്ലിക് ആസിഡ്. ടൈപ്പ് ഓഫ് ന്യൂക്ലിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോ ഒരു വൈറസിൽ ന്യൂക്ലിക് ആസിഡ് എന്തൊക്കെ ആവാം, DNA ആവാം, RNA ആവാം. അടുത്തതെന്ന് പറഞ്ഞാൽ ദ നമ്പർ ഓഫ് സ്ട്രാൻഡ്സ് പ്രസന്റ് ഇൻ ദ ന്യൂക്ലിക് ആസിഡ്. ഇപ്പോ ന്യൂക്ലിക് ആസിഡിൽ സിംഗിൾ സ്റ്റാൻഡേർഡ് ആണോ ഡബിൾ സ്റ്റാൻഡേർഡ് ആണോ എന്നുള്ള ആ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടും നമുക്ക് വൈറസിനെ ക്ലാസിഫൈ ചെയ്യാം. ദ മോളിക്കുലാർ വെയിറ്റ് ഓഫ് ദ ന്യൂക്ലിക് ആസിഡ്. മോളിക്കുലാർ വെയിറ്റ് ഇപ്പോ ഹൈ ആണോ ലോ ആണോ മീഡിയം ആണോ അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു വൈറസിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്തത് ദ പെർസെന്റേജ് ഓഫ് ന്യൂക്ലിക് ആസിഡ് പ്രസന്റ് ഇൻ ദ വൈറസ്. എത്ര പെർസെന്റേജ് ന്യൂക്ലിക് ആസിഡ് നമ്മുടെ വൈറസിൽ പ്രസന്റ് ആണെന്ന് ഉള്ളത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വൈറസിനെ ക്ലാസിഫൈ ചെയ്യാം. സിമെട്രി ഓഫ് ദ ക്യാപ്സിഡ്. സിമെട്രി ഓഫ് ദ ക്യാപ്സിഡ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ സിമെട്രി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വൈറസിനെ ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഈക്വലി കട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഈക്വൽ ഹാഫ്സ് കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു ഇതിനെയാണ് നമ്മൾ സിമെട്രിക്കൽ അറേഞ്ച്മെന്റ് എന്നൊക്കെ പറയുക. സിമെട്രി എന്ന് പറയുമ്പോൾ ഇപ്പൊ വൈറസുകൾ എന്ത് ചെയ്യാം, വൈറസ് കൂടുതൽ കാണിക്കുന്നത് ഇപ്പോ ചില വൈറസിന് എന്തായിരിക്കും ഒരു ഹെലിക്കൽ സിമെട്രി കാണിക്കാം, ചിലത് എന്തായിരിക്കും ക്യൂബിക്കൽ സിമെട്രി കാണിക്കാം. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് ഇതിന്റെയൊക്കെ ബേസിൽ അങ്ങനെയും ക്ലാസിഫൈ ചെയ്യാം. അടുത്തത് പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് എ സൂപ്പർ ക്യാപ്സിഡ് എൻവലപ്പ്. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അധിക വൈറസുകളും എന്താണ്, നോൺ എൻവലപ്ഡ് ആണ്. അതായത് പ്രോട്ടീൻ കോട്ട് എന്തായാലും ഉണ്ടാവും, അതിന് പുറമെ അധിക വൈറസുകൾക്ക് എന്താണ് ഒരു എക്സ്ട്രാ എൻവലപ്പ് ഒന്നും ഇല്ല. ബട്ട് ഭയങ്കര കുറച്ചുകൂടെ മോഡിഫൈഡ് ആയിട്ടുള്ള വൈറസ് ലൈക്ക് HIV ഒരു എക്സ്ട്രാ എൻവലപ്പ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ ആ ഒരു എൻവലപ്പ്, ആ ഒരു സൂപ്പർ ക്യാപ്സിഡ് എൻവലപ്പിന്റെ ബേസിലും എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു വൈറസിനെ ക്ലാസിഫൈ ചെയ്യാം. അടുത്തത് പെക്യുലാരിറ്റീസ് ഓഫ് ദ ന്യൂക്ലിക് ആസിഡ് ഡ്യൂറിങ് റെപ്ലിക്കേഷൻ. അതായത് ഇപ്പോ ഇതിന് വൈറസിനെ റെപ്ലിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഒരു ഹോസ്റ്റ് സെൽ ആവശ്യമാണ്, നമുക്കറിയാലോ. അപ്പൊ ആ ഒരു ഹോസ്റ്റ് സെല്ലിലേക്ക് പോയിട്ടാണ് റെപ്ലിക്കേറ്റ് ചെയ്യുന്നതെങ്കിലും ഇപ്പൊ ഓരോ ഹോസ്റ്റിലും ഇപ്പൊ ഇത് എൻ്റർ ചെയ്തിട്ട് ഇതിന്റെ ഒരു ആ റെപ്ലിക്കേഷൻ സൈക്കിൾ ഇപ്പോ കംപ്ലീറ്റ് ചെയ്യുന്നത് ഡിഫറെന്റ് ഫോംസിലായിരിക്കും. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് വൈറസിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്തത് ഷേപ്പ് ഓഫ് ദ വൈറൽ പാർട്ടിക്കിൾ. നമ്മുടെ വൈറൽ പാർട്ടിക്കിളിന്റെ ഷേപ്പ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇതിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെന്താ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഹോസ്റ്റ് ഏതാണ്, ഇപ്പൊ പ്ലാന്റ്സിനെ അറ്റാക്ക് ചെയ്യുന്ന വൈറസ് ഉണ്ടാവും, അനിമൽസിനെ അറ്റാക്ക് ചെയ്യുന്ന വൈറസ് ഉണ്ടാവും. അപ്പൊ ആ ഒരു ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ വൈറസിനെ ക്ലാസിഫൈ ചെയ്യാം. അടുത്തതാണ് നമ്മുടെ ഇപ്പൊ ഒരു ക്ലാസിഫിക്കേഷൻ ഇപ്പൊ കറന്റ്ലി ജസ്റ്റ് ഇത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി മെയിൻ ആയിട്ട് വരുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ആണ് LTH സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. LTH സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ പുട്ട് ഫോർവേഡ് ചെയ്തത് വോഫും അദ്ദേഹത്തിന്റെ കൊളീഗ്സും ആണ് ഇൻ 1962. വോഫും അദ്ദേഹത്തിന്റെ കൊളീഗ്സ് ആയ ഹോണും
ടൂറിനറും കൂടെയാണ് എന്ത് നമ്മുടെ ഈ ഒരു LTH സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു ക്ലാസിഫിക്കേഷൻ പ്രകാരം based on the physical and chemical features of the range of natural host of the virus. ഇവർ എന്ത് വെച്ചിട്ടാണ് ക്ലാസിഫൈ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് നാച്ചുറൽ ഹോസ്റ്റിന്റെ ഫിസിക്കലും കെമിക്കലും പ്രോപ്പർട്ടീസ് ഇവര് പരിഗണിച്ചു. ഇനി അതുകൂടാതെ കുറച്ച് മേജർ ആസ്പെക്റ്റും കൂടെ ഇവർ കൺസിഡർ ചെയ്തു. ഈ ഒരു LTH സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരുന്നതിന് മുന്നേ ആ ഒരു മേജർ ആസ്പെക്ട്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈൻഡ് ഓഫ് ന്യൂക്ലിക് ആസിഡ്. മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഏത് ന്യൂക്ലിക് ആസിഡ് ആണ്, DNA ആണോ RNA ആണോ. അടുത്തത് സ്ട്രാൻഡഡ്നെസ് ഓഫ് ദ ന്യൂക്ലിക് ആസിഡ്, സിംഗിൾ സ്റ്റാൻഡേർഡ് ആണോ ഡബിൾ സ്റ്റാൻഡേർഡ് ആണോ. മൂന്നാമത്തത് ക്യാപ്സിഡ് മോർഫോളജി, അതിന്റെ ക്യാപ്സിഡിന്റെ മോർഫോളജി, അതായത് സിമെട്രി ആവാം, സൈസ് ആവാം, എത്ര ക്യാപ്സോമിയേഴ്സ് നമുക്കറിയാം. ക്യാപ്സിഡ്സിന്റെ മോണോമർ യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാപ്സോമിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ആ ക്യാപ്സോമിയേഴ്സ് എത്ര എണ്ണം ഉണ്ട്, അപ്പോ ആ ഒരു ബേസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു LTH സിസ്റ്റത്തിൽ അവര് ക്ലാസിഫൈ ചെയ്യുമ്പോൾ പരിഗണിച്ചിട്ടുണ്ട്. പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് എൻവലപ്പ്, എക്സ്ട്രാ എൻവലപ്പ് ഉണ്ടല്ലോ, അപ്പൊ ആ എൻവലപ്പ് ഉണ്ടോ ഇല്ലയോ എന്ന് ഇവിടെയും പരിഗണിച്ചിട്ടുണ്ട്. അടുത്തത് റേഞ്ച് ഓഫ് ഹോസ്റ്റ്, ഏതൊക്കെ വൈറസ് ഏതൊക്കെ ഹോസ്റ്റിനെയാണ് അറ്റാക്ക് ചെയ്യുന്നതെന്നും ഇവരിവിടെ പരിഗണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു LTH സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഇത്രയാണ് അതിൽ പറയാനുള്ളത്. ഇനി ആ ഒരു ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ വൈറസിന്റെ ഒരു ഫൈലം വൈറയിൽ നമ്മുടെ വൈറസിനെ ടോട്ടൽ എല്ലാ വൈറസിലെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് പിന്നെയും സബ് ഫൈലമായിട്ടുള്ള ഡിയോക്സി വൈറ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം. നമ്മുടെ DNA എന്ന് പറഞ്ഞാൽ ഏതാണ്, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ് നമ്മുടെ DNA ഫുൾ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് ആ ഡിയോക്സി വൈറ എന്ന് പറഞ്ഞ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണ് ഓർമ്മ വരേണ്ടത്, അതൊരു DNA വൈറസ് ആയിരിക്കും. ഡിയോക്സി വൈറ ഫാമിലിയിൽ വരുന്ന വൈറസുകളൊക്കെ എന്തായിരിക്കും, DNA വൈറസുകളായിരിക്കും. അടുത്ത സബ് ഫൈലാണ് റൈബോ വൈറ. അപ്പോ പേര് കേട്ടാൽ തന്നെ നമുക്കറിയാലോ, റൈബോ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ RNA ഫുൾ നെയിം എന്താണ്, റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നല്ലേ. അപ്പോ ആ ഒരു സബ് ഫൈലം റൈബോ വൈറയിൽ വരുന്ന വൈറസുകളൊക്കെ എന്തായിരിക്കും, അതിന്റെ ജനറ്റിക് മെറ്റീരിയൽ എന്തായിരിക്കും, RNA ആയിരിക്കും. അവരൊക്കെ RNA വൈറസസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഈ ഒരു സബ് ഫൈലം ഡിയോക്സി വൈറയിൽ വരുന്ന ക്ലാസസ് ആണ് ആരൊക്കെ, ഡിയോക്സി ഹെലിക്ക, ഡിയോക്സി ക്യൂബിക്ക ആൻഡ് ഡിയോക്സി ബൈനല. ആ പേരിൽ തന്നെ ഉണ്ട്. ഡിയോക്സി ഹെലിക്ക എന്ന് പറഞ്ഞാൽ DNA വൈറസൊക്കെ എന്താണ്, നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ DNA ആയിരിക്കും. കൂടാതെ അവരുടെ സിമെട്രി അവരിങ്ങനെ ഈക്വൽ ഹാഫ്സ് ആക്കിയിട്ട് മുറിച്ചിട്ടാവുമ്പോൾ അതിനെന്താ പറയാ, ഹെലിക്കൽ സിമെട്രി കാണിക്കുന്നവരെ എന്താ നമ്മൾ പറയാ, ക്ലാസ് ഡിയോക്സി ഹെലിക്കയിൽ നമ്മൾ ഉൾപ്പെടുത്തും. ആ ഒരു ക്ലാസ്സിൽ വരുന്ന ആൾക്കാരാണ് കൈറ്റോ വൈറൽസ് എന്ന് പറയും. അടുത്ത ഒരു ക്ലാസ് ആണ് ഡിയോക്സി ക്യൂബിക്ക. ഇവരെന്തായിരിക്കും, ക്യൂബിക്കൽ സിമെട്രി, ഇവരിങ്ങനെ ഈക്വൽ ഹാഫ്സ് ആക്കുമ്പോൾ ഇവരൊരു ക്യൂബിക്കൽ സിമെട്രി ആയിരിക്കും പൊസസ് ചെയ്യുന്നുണ്ടാവുക. അവരെന്താ പറയാ, നമ്മള് ഡിയോക്സി ക്യൂബിക്ക എന്ന് പറയും. അതിൽ വരുന്ന ഓർഡർ ആണെന്ത്, നമ്മുടെ ഹാപ്ലോ വൈറൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്തൊരു ഓർഡർ ആണെന്ത്, അടുത്തൊരു ക്ലാസ് ആണെന്ത്, ഡിയോക്സി ബൈനല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. DNA വൈറസസ് വിത്ത് 2 സിമെട്രി കാണിക്കും. അവരെ ഹെഡിൽ എന്തായിരിക്കും, ഹെഡിലും ടെയിലും 2 ഡിഫറെന്റ് സിമെട്രി. ഇപ്പൊ വൈറസിൽ ഇപ്പൊ ലൈക്ക് ബാക്ടീരിയോഫേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെഡ് പോർഷൻ ഉണ്ട്, ഒരു ടെയിൽ പോർഷൻ ഉണ്ട്, അങ്ങനെ ഒരു 2 പോർഷൻ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ എന്താ പറയാ, അവര് 2 സിമെട്രി പൊസ് ചെയ്യുന്നുണ്ട്. ഹെഡിലാണെങ്കിൽ അവർക്ക് എന്താണ് ഒരു ഇക്കോസഹെഡ്രൻ ഹെഡ് ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു ക്യൂബിക്കൽ സിമെട്രിയും താഴെ എന്താ ഒരു ഹെലിക്കൽ സിമെട്രി, ഇവര് ടെയിലിന്റെ ഭാഗത്ത് ഒരു ഹെലിക്കൽ സിമെട്രി ആര് പൊസസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബാക്ടീരിയോഫേജസ് പൊസസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു ഓർഡറിൽ വരുന്ന ആൾക്കാരാണ് ആര്, യൂറോ വിറിഡെയിൽസ് ആണ് അതിൽ വരുന്നത്. അടുത്തത് പറയാനുള്ളത് റൈബോ വൈറേനെ പറ്റിയിട്ടാണ്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് ഡിയോക്സി വൈറേനെ പറ്റിയിട്ടാണ്. സഫൈലം ഡിയോക്സി വൈറ DNA വൈറസസ് ആണ്, അതിൽ വരുന്ന ആൾക്കാരാണ് ക്ലാസസ് ആണ് ഡിയോക്സി ഹെലിക്ക, ഡിയോക്സി ക്യൂബിക്ക ആൻഡ് ഡിയോക്സി ബൈനല. അതിൽ വരുന്ന ഓർഡേഴ്സ് ആണ് കൈറ്റോ വൈറൽസ്, ഹാപ്റ്റോ വൈറൽസ് ആൻഡ് യൂറോ വൈറൽസ്. ഇനി അടുത്തത് റൈബോ വൈറേനെ പറ്റി പറയാനാണെങ്കിൽ RNA വൈറസസ് ആണ്. അവർക്ക് ഇതേപോലെ തന്നെ റൈബോ ഹെലിക്ക എന്നും പറയാം, റൈബോ ക്യൂബിക്ക എന്നും പറയാം. അവരുടെ ജനറ്റിക് മെറ്റീരിയൽ RNA ആയിരിക്കും. അവരെ എന്താ പറയാ, അവരുടെ ഒരു നമ്മൾ സിമെട്രി നോക്കുകയാണെങ്കിൽ ഹെലിക്കൽ സിമെട്രി ആണെങ്കിൽ അവരെ നമുക്ക് റൈബോ ഹെലിക്ക എന്ന് പറയാം. ഇനി അവർക്കൊരു എന്താ പറയാ, ഒരു ക്യൂബിക്കൽ സിമെട്രി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അവരെ റൈബോ ക്യൂബിക്ക എന്ന് പറയാം. അതിൽ വരുന്ന ആ ഒരു ഓർഡേഴ്സ് ആണ് റാബ്ഡോ വൈറൽസ്, ജിംനോ വൈറൽസ് ആൻഡ് ടോഗ വൈറൽസ്. ഇത്രയാണ് ആ ഒരു ക്ലാസിഫിക്കേഷൻ LTH സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിൽ
ഉള്ള വൈറസിന്റെ ക്ലാസിഫിക്കേഷൻ. ഇനി ലാസ്റ്റ് ക്ലാസിഫിക്കേഷനിലേക്ക് പോവാം. നമ്മുടെ ഇന്റർനാഷണൽ കമ്മിറ്റി ഓൺ ടാക്സോണമി ഓഫ് വൈറസ് അഥവാ ICTV ഒരു സർട്ടൻ എന്താ പറയാ പ്രോപ്പർട്ടീസ് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ക്രൈറ്റീരിയാസ് വെച്ചിട്ടുണ്ട്. എന്തിന്? നമ്മുടെ വൈറസിന്റെ ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട്. അപ്പൊ ആ ഒരു ക്ലാസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെ വെച്ചിട്ടാണ് ഇവർ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ കൈൻഡ് ഓഫ് ന്യൂക്ലിക് ആസിഡ് പ്രസന്റ്. ഇപ്പൊ DNA ആണോ RNA ആണോ ആ ഒരു വൈറസിൽ പ്രസന്റ് ആയിട്ടുള്ളതെന്ന് വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അടുത്ത സ്റ്റാൻഡേർഡ്നെസ് ഓഫ് ദ ന്യൂക്ലിക് ആസിഡ്, മുന്നേയുള്ള ക്ലാസിഫിക്കേഷൻ പോലെ ഇപ്പൊ ഡബിൾ സ്റ്റാൻഡേർഡ് ആണോ സിംഗിൾ സ്റ്റാൻഡേർഡ് ആണോ എന്ന് ഇവർ നോക്കിയിട്ടുണ്ട്. പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് അഡീഷണൽ എൻവലപ്പ് ഉണ്ടോ ഇല്ലയോ. ഇനി ഈ ഒരു സ്കീം പ്രകാരം 8 ക്ലസ്റ്റേഴ്സ് വൈറസിന് നമ്മൾ 8 ക്ലസ്റ്റേഴ്സ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 8 ക്ലസ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ കാണാം വൈറസിനെ DNA വൈറസിനും RNA വൈറസിനും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. DNA വൈറസിനെ തന്നെ സിംഗിൾ സ്റ്റാൻഡേർഡിനും ഡബിൾ സ്റ്റാൻഡേർഡിനും, അതേപോലെ RNA വൈറസസിനെ തന്നെ ആയിട്ട് സിംഗിൾ സ്റ്റാൻഡേർഡിനും ഡബിൾ സ്റ്റാൻഡേർഡിനും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ആ സിംഗിൾ സ്റ്റാൻഡേർഡിനെ തന്നെ എൻവലപ്പ്, നോൺ എൻവലപ്പ് അങ്ങനെ പറയുന്നുണ്ട്. ഇതിൽ 8 ക്ലസ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ക്ലസ്റ്റർ ആണ് എൻവലപ്ഡ് സിംഗിൾ സ്റ്റാൻഡേർഡ് DNA വൈറസ്. ഫസ്റ്റ് ക്ലസ്റ്റർ ആണ് എൻവലപ്ഡ് സിംഗിൾ സ്റ്റാൻഡേർഡ് DNA വൈറസസ്. രണ്ടാമത്തെ ക്ലസ്റ്റർ ആണ് നോൺ എൻവലപ്ഡ് സിംഗിൾ സ്റ്റാൻഡേർഡ് DNA വൈറസസ്. നോൺ എൻവലപ്ഡ് സിംഗിൾ സ്റ്റാൻഡേർഡ് DNA വൈറസസുകൾ. അങ്ങനെ 2 ക്ലസ്റ്റേഴ്സ് ആയി. ഇനി മൂന്നാമത്തെ ക്ലസ്റ്റർ ആണ് എൻവലപ്ഡ് ഡബിൾ സ്റ്റാൻഡേർഡ് DNA വൈറസസുകൾ. എന്താണ്? എൻവലപ്ഡ് ഡബിൾ സ്റ്റാൻഡേർഡ് DNA വൈറസസുകൾ. അടുത്തതാണ് നോൺ എൻവലപ്ഡ് ഡബിൾ സ്റ്റാൻഡേർഡ് DNA വൈറസസുകൾ. അപ്പൊ ഈ ഒരു DNA വൈറസസുകളിൽ തന്നെ ഇപ്പൊ നമുക്ക് ഒരു 4 ക്ലസ്റ്റർ കിട്ടി. 8 ക്ലസ്റ്ററിൽ 4 ക്ലസ്റ്റർ ആയി. ഇനി അടുത്ത 4 ക്ലസ്റ്റർ ഏതൊക്കെയാന്ന് നോക്കാം. ഇനി RNA വൈറസസ് ആണ്. അതില് എൻവലപ്ഡ് സിംഗിൾ സ്റ്റാൻഡേർഡ് RNA വൈറസസ് അഞ്ചാമത്തെ ക്ലസ്റ്റർ. നോൺ എൻവലപ്ഡ് സിംഗിൾ സ്റ്റാൻഡേർഡ് RNA വൈറസ് ആറാമത്തെ ക്ലസ്റ്റർ. എൻവലപ്ഡ് ഡബിൾ സ്റ്റാൻഡേർഡ് RNA വൈറസസ് ഏഴാമത്തെ ക്ലസ്റ്റർ. നോൺ എൻവലപ്ഡ് ഡബിൾ സ്റ്റാൻഡേർഡ് RNA വൈറസസുകൾ എട്ടാമത്തെ ക്ലസ്റ്റർ. അപ്പോ ICTVയുടെ ആ ഒരു ക്ലാസിഫിക്കേഷൻ പ്രകാരം ഇങ്ങനെ 8 ക്ലസ്റ്റേഴ്സ് ആയിട്ടാണ് നമ്മൾ വൈറസിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മളിപ്പോ മെയിൻ ആയിട്ട് 2 ക്ലാസിഫിക്കേഷൻ ആണ് പറഞ്ഞത്, ICTVയുടെയും LTHന്റെതും. പിന്നെ മറ്റേ ആദ്യത്തെ ഏർലി ആൻഡ് കറന്റ്ലി ഉള്ള ക്ലാസിഫിക്കേഷൻ എന്തിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ളതെന്ന് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത്രയാണ് നമ്മൾ വൈറസിന്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത്.